ഇന്ത്യയുടെ പ്രതിരോധ കുതിപ്പിനായി ചടുല നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് പ്രധാനമന്ത്രിയും മറ്റ് അധികൃതരും. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രയാണത്തിൽ റഷ്യയും ഇന്ത്യക്കൊപ്പമുണ്ട് എന്നത് അടിവരയിട്ട് പറയണം. റഷ്യൻ സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് വലിയ സംഭാവനകൾ നൽകുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം അങ്ങേയറ്റം ഫലപ്രദമായിരുന്നു. ഉഭയകക്ഷി പ്രായോഗിക സഹകരണത്തിന്റെ നിലവിലെ പ്രശ്നങ്ങളെക്കുറിച്ചും റഷ്യ ഇന്ത്യ പ്രത്യേക പദവിയുള്ളതുമായ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ വികസനം എന്നിവയെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി അഭിപ്രായങ്ങളും കൈമാറിയിരുന്നു. വിവിധ പ്രതിരോധ ആപ്ലിക്കേഷനുകളിൽ സാങ്കേതിക വിദ്യ തന്ത്രപരമായി ഉപയോഗിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായതിനാൽ പ്രതിരോധ സാങ്കേതിക വിദ്യ നൽകി ഇന്ത്യയെ സഹായിക്കാൻ റഷ്യയ്ക്ക് കഴിയുമെന്ന് സൈബർ എയറോസ്പേസ് സുരക്ഷാ വിദഗ്ധൻ പറഞ്ഞിട്ടുണ്ട്. മോദി തന്റെ ദ്വിദിന റഷ്യ സന്ദർശനം ഗംഭീരമാക്കി അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ പരാമർശം. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ പിന്തുണയ്ക്കാൻ റഷ്യ മുൻനിരയിൽ തന്നെയുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ സൈബർ എയറോസ്പേസ് സുരക്ഷാ ഉപദേഷ്ടാവും പശ്ചിമേഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും തീവ്രവാദ വിരുദ്ധ വിദഗ്ധനുമായ പ്രൊഫസർ നിഷാകാന്ത് ഓജ റഷ്യ സജീവമായി AI വികസിപ്പിക്കുകയാണെന്നും അഭിപ്രായപ്പെട്ടു. ജോയിന്റ് ഓൾ ഡൊമൈൻ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വയംഭരണ സൈനിക ശേഷി പ്രാപ്തമാക്കി. അതേപോലെ തന്നെ ഉപകരണങ്ങൾ വായു, കടൽ, കര, സൈബർ, ബഹിരാകാശം എന്നിങ്ങനെ വിവിധ ഡൊമൈനുകളെ സംയോജിപ്പിച്ചിരിക്കുന്നു. സെൻസറുകളിൽ നിന്നും ഷൂട്ടർമാരിൽ നിന്നുമുള്ള ഡാറ്റ ഏകീകൃത ഇടത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു. നിരീക്ഷണത്തിനും യുദ്ധഭൂമി ഡാറ്റ വിശകലനത്തിനുമായി ഉക്രൈൻ സംഘർഷത്തിൽ AI പ്രാപ്തമാക്കിയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ഉൾപ്പെടെ റഷ്യ അതിന്റെ ശക്തികളുടെ മാരകത വർദ്ധിപ്പിക്കുന്നതിന് കൃത്രിമ ബുദ്ധിയും സ്വയംഭരണ സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. സ്വയംഭരണ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ AI നിർണായക പങ്ക് വഹിക്കുമെന്നതും അടിവരയിടണം. അത്തരം സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന രാജ്യങ്ങൾ ഭാവിയിലെ യുദ്ധക്കളങ്ങളിൽ സ്വതന്ത്രമായി നയിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതിനാൽ സാങ്കേതിക വിദ്യയുടെ തന്ത്രപരമായ ഉപയോഗം, പ്രത്യേകിച്ച് സൈബർ ആക്രമണങ്ങൾ, വിവരയുദ്ധം, തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കലും കണ്ടെത്തലും, ആഴത്തിലുള്ള മറ്റു കാര്യങ്ങൾ, സ്വയംഭരണാധികാരമുള്ള ആയുധങ്ങൾ തുടങ്ങിയ പ്രതിരോധ ആപ്ലിക്കേഷനുകളിൽ ഭാവിയിലെ യുദ്ധതന്ത്രങ്ങൾ രൂപപ്പെടുത്തും. ഈ സാഹചര്യത്തിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് റഷ്യൻ സാങ്കേതിക വിദ്യകളിൽ നിന്ന് ഇന്ത്യക്ക് പ്രയോജനം നേടാനാകും. കാരണം നിലവിലെ കാലഘട്ടത്തിൽ ഇന്ത്യ AI-യിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെയും റഷ്യയുടെയും പരസ്പരാശ്രിതത്വം നോക്കുകയാണ് എങ്കിൽ റഷ്യയുമായുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള തന്റെ വീക്ഷണങ്ങൾ പങ്കുവച്ച സൈബർ എയറോസ്പേസ് സുരക്ഷാ വിദഗ്ധൻ പറഞ്ഞത് ഇങ്ങനെയാണ്: റഷ്യയാണ് ഇന്ത്യയുടെ ആയുധങ്ങളുടെ പ്രാഥമിക ഉറവിടം. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ വർഷങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന പ്രാഥമികമായി ബ്രിട്ടീഷ് വിമാനങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ത്യൻ ആർമിയും നാവികസേനയും ചേർന്ന് അത് റഷ്യൻ വംശജരുടെ സൈനിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലേക്ക് അതിവേഗം മാറ്റി. MiG-21, MiG-23, MiG-27, MiG-29, ഏറ്റവും പുതിയ സുഖോയ് 30 തുടങ്ങിയ റഷ്യൻ സൈനിക വ്യോമയാന പ്ലാറ്റ്ഫോമുകൾക്കൊപ്പം IAF-ന്റെ ആയുധശേഖരം അങ്ങനെ വികസിച്ചു. 80കളുടെ അവസാനത്തിൽ പാശ്ചാത്യ ശ്രേണികൾ ഉൾപ്പെടുത്തി IAF അതിന്റെ ഇൻവെന്ററി വൈവിധ്യവൽക്കരിച്ചുവെങ്കിലും അതിന്റെ ഭൂരിഭാഗം സാധന സാമഗ്രികളും ഇപ്പോഴും റഷ്യൻ വംശജരായ ഉപകരണങ്ങളാണ് ഉൾക്കൊള്ളുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആത്മനിർഭർ എന്നതിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിലും നിലവിലുള്ള ഇൻവെന്ററി ഫലപ്രദമായി കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത നിലനിൽക്കുന്നുണ്ട് എന്ന് വിദഗ്ധർ കൂട്ടിച്ചേർത്തു. നിലവിലുള്ള ഉപകരണങ്ങൾ പൂർണ്ണമായും മാറ്റിസ്ഥാപിച്ച് പൂർണ്ണമായ സ്വാശ്രയത്വം കൈവരിക്കുന്നതുവരെ പ്രവർത്തനങ്ങളുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിനാണ് ഇത്. അതിനാൽ ഇരു രാജ്യങ്ങളും തന്ത്രപരമായി പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ആഗോള ഭൗമ രാഷ്ട്രീയ വ്യതിയാനങ്ങൾക്കിടയിൽ റഷ്യയുമായി ശക്തമായ ബന്ധം നിലനിർത്താനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ താൽപര്യങ്ങൾ കാരണം മോദിയുടെ റഷ്യൻ സന്ദർശനം പ്രാധാന്യമർഹിക്കുന്നതായും ഓജ പറയുന്നുണ്ട്. സങ്കീർണമായ അന്താരാഷ്ട്ര ചലനാത്മകതയിലൂടെ സഞ്ചരിക്കുന്നതിൽ ഇന്ത്യ, റഷ്യ, ചൈന, പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം സന്തുലിതമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദ്രുതഗതിയിലുള്ള ഭൗമരാഷ്ട്രീയ മാറ്റങ്ങൾക്കെതിരെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദ്വിമുഖ നീക്കം പടിഞ്ഞാറിന്റെ കറുത്ത നിഴൽ പ്രഭാവത്തെ സന്തുലിതമാക്കുന്ന കാര്യത്തിൽ തന്ത്രപ്രധാനമാണ് എന്നും പറയേണ്ടതുണ്ട്.